students. In this video, we will triangles in the chapter exercise 6.3 third question problems. Third question page number 139 third question explain. Diagonals AC BD of a trapezium ABCD with AB parallel to DC intersect each other at the point O. Using a similarity criterion for two triangles, show that OA by OC is equal to OB by OD. This is the problem. Very easy question. Third question. Now we will figure trapezium ABCD. ABCD is a trapezium. It is given ABCD, a trapezium. AB parallel to DC. We trapezium one pair of opposite sides parallel. At least one pair of opposite sides. Two sides parallel. One opposite sides. Opposite pair of sides parallel. Now, AB and DC. These two sides parallel. And diagonals AC and BD. AC is a diagonal. BD is a diagonal. Intersect each other at the point O. O is a point. Two diagonals intersect. So, we have two diagonals. AC and BD. Two more in the point intersect. Using a similarity criterion. Similarity criterion is prove OA by OC is equal to OB by OD. Prove similarity criterion is similarity criterion. AAA criteria, triple A criteria, AA criteria, double A criteria, SAS criteria. SSS criteria. ഇങ്ങനെ 4 criteria ആണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്ക് ഈ സൈഡ്സ് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. എന്നിട്ട് ഈ സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെയാണെങ്കിൽ ഏത് സൈഡ്സ് നമുക്ക് പ്രൂവ് ചെയ്യണ്ടേ? OA by OC അതുപോലെ OB by OD അല്ലേ? ഈ രണ്ട് സൈഡും സെയിം റേഷ്യോ എന്ന് പറയണമെങ്കിൽ ഈ സൈഡ്സ് വരുന്ന ട്രയാങ്കിൾ ഏതൊക്കെയാ? ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോ എന്ന് പറഞ്ഞിട്ട് ഈ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ട്രയാങ്കിൾ ആണ്. ഒന്നേതാ? OAB, അടുത്ത ട്രയാങ്കിൾ ആണ് ODC അല്ലെ? ഈ രണ്ട് ട്രയാങ്കിൾ ഷെയ്ഡ് ചെയ്തിട്ട് ഉള്ള പോർഷൻ അല്ലെ? ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യണം. ഏതൊക്കെയാ? AOB അതുപോലെ DOC. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ലെറ്റ് ഇറ്റ് ബി ആംഗിൾ 1 ആൻഡ് ലെറ്റ് ദിസ് ബി ആംഗിൾ 2. ഇത് 1 ഉം ഇത് 2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ലൈൻ ഒന്ന് താഴേക്ക് വരയ്ക്കാം. AB അതുപോലെ DC അല്ലെ? AB DC എന്ന് പറഞ്ഞ രണ്ട് ലൈൻസ് പാരലൽ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് അത് താഴേക്ക് വരച്ചു എന്നുള്ളൂ കേട്ടോ. ഇത് ആംഗിൾ 1 ആണ്, ഇതേതാ ആംഗിൾ 2. ഞാൻ ഈ ഫിഗർ ഒന്ന് താഴേക്ക് വരച്ചു. ഇത് ആംഗിൾ 1, ഇതേതാ ആംഗിൾ 2 ആണ്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ നമ്മളൊരു തിയറം പഠിച്ചു. ഇഫ് ടു ലൈൻസ് ആർ പാരലൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് വിൽ ബി ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം എന്ത് ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതിന്റെ റീസൺ ഏതാ? BD എന്ന് പറഞ്ഞത് ഒരു ട്രാൻസ്വേഴ്സൽ ആണെന്ന് വിചാരിക്കാം. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ രണ്ട് ആംഗിളിനെ പറഞ്ഞ പേരാണ് എന്ത്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. നമുക്കറിയാം if two lines are parallel alternate interior angles will be equal. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം, ആംഗിൾ 1 is equal to ആംഗിൾ 2. എന്താണ് റീസൺ? they are alternate interior angle. ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആയതുകൊണ്ട് അത് ഈക്വൽ ആണ്. ഇനി ഇവിടെ ഒരു ആംഗിൾ എടുത്തു വിചാരിക്കുക 3. ഇവിടെ ഒരു ആംഗിൾ എടുക്കാം 4 അല്ലെ? 3ഉം 4ഉം 3, 4 എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ ആംഗിൾസ് ആണ് അല്ലെ? എന്ന് സിയിലേക്കാണ് നമ്മൾ ഡയഗണൽ വരയ്ക്കുകയാണെങ്കിൽ ഇത് ഇതിന്റെ ട്രാൻസ്വേഴ്സൽ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ ആണ് ആംഗിൾ 3, ഇവിടെയുള്ള ആംഗിൾ ആണ് ആംഗിൾ 4.
അപ്പൊ ഇത് രണ്ടും എന്ത് ആംഗിൾസ് തന്നെയാണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. ഈ രണ്ട് പാരലൽ ലൈനിൽ ഇത് ട്രാൻസ്വേഴ്സൽ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും വരിക? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. അത് ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. സോ ആംഗിൾ 3 ഓൾസോ വിൽ ബി ഈക്വൽ ടു ആംഗിൾ 4. എന്തായാലും കാരണം ദേ ആർ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. അപ്പൊ നോക്കൂ, 1ഉം 2ഉം ഈക്വൽ ആണ്, 3ഉം 4ഉം ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾസ് ഓൾറെഡി ഈക്വൽ ആയി. അപ്പൊ ഈ ട്രയാങ്കിളും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിലെ രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ പേര് പറയുമ്പോൾ ശ്രദ്ധിക്കണം, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയി വരുന്ന തരത്തിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഞാനിവിടെ എ എന്ന് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കും. എ എന്ന് പറഞ്ഞാൽ ആംഗിൾ 3 ആണ് അല്ലെ. അപ്പൊ എ ഒ ബി എന്നാണ് ഞാൻ എഴുതുന്നതെന്ന് വിചാരിക്കുക. ട്രയാങ്കിൾ എ ഒ ബി സിമിലർ ടു ട്രയാങ്കിൾ എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഏതാ? 4 അല്ലേ. അപ്പൊ ഞാനിവിടെ എ എന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, സി എന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴല്ലേ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുള്ളൂ. അപ്പൊ സി മിഡിലിൽ പറയുന്നത് ഒ തന്നെയാണ്, കാരണം ഈ രണ്ട് ആംഗിൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, അപ്പൊ അത് ഈക്വൽ ആയിരിക്കും. അപ്പൊ സി ഒ പിന്നെ ഏതാ? ഡി. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആവും. നെയിം എടുത്ത് കണ്ട എ ഒ ബി. എക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ സി ആണ് അല്ലെ. അപ്പൊ സി ഇവിടെ പറഞ്ഞു. ബിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഡി ആണ് അല്ലെ, അതായത് 1ഉം 2ഉം. അപ്പൊ ഡി ലാസ്റ്റ് പറഞ്ഞു. അങ്ങനെ വേണം എടുക്കാനായിട്ട്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുന്ന തരത്തിൽ വേണം പേര് കൊടുക്കാനായിട്ട്. Then these two triangles will be similar. ഏത് ക്രൈറ്റീരിയ ഉപയോഗിച്ചത്? ഡബിൾ എ ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമ്മൾ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് ആ സൈഡ്സ് ആണ് എടുക്കാൻ പോകുന്നത്. ഒ എ എന്ന് ഇവിടെ എടുക്കുന്നു. ഒ എ ഡിവൈഡഡ് ബൈ, അപ്പൊ ഇവിടെ എടുക്കേണ്ടത് ഏതാ? ഒ സി. കറസ്പോണ്ടിങ് സൈഡ്സ് അല്ലേ, കറക്റ്റ് അല്ലേ വരണേ? ഒ എ ബൈ ഒ സി ഈസ് ഈക്വൽ ടു, നെക്സ്റ്റ് വേണ്ടത് ഏതാ? ഒ ബി എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ഒ ബി ഡിവൈഡഡ് ബൈ, ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ് ഏതാ? ഒ ഡി. കണ്ടോ, കറക്റ്റ് ആൻസർ വരുന്നത് ഒ എ ബൈ ഒ സി ഈസ് ഈക്വൽ ടു ഒ ബി ബൈ ഒ ഡി എന്ന് പറയാം. ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ച്? കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് വിൽ ബി ഓൾവേസ് ഇൻ ദ സെയിം റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഒ എ ബൈ ഒ സി വിൽ ബി ഈക്വൽ ടു ഒ ബി ബൈ ഒ ഡി. എന്താ കാരണം? രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? 1ഉം 2ഉം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്, 3ഉം 4ഉം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. അപ്പൊ 2 പെയർ ഓഫ് ആംഗിൾസ് ആർ ഈക്വൽ. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾസ് എന്തായി? സിമിലർ ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോ ആയിരിക്കും. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഫോർത്ത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് QR divided by QS. ഇതാണ് തന്നിട്ടുള്ള കണ്ടീഷൻ. QR by QS is equal to QT divided by PR. ഈ ഒരു കണ്ടീഷൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആൻഡ് ആംഗിൾ 1 is equal to ആംഗിൾ 2. വേറൊരു കാര്യം തന്നിട്ടുണ്ട്, ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണെന്ന് പറയുന്നത്. ഷോ ദ ട്രയാങ്കിൾ PQS. പ്രൂവ് ചെയ്യേണ്ടതാണ്. ട്രയാങ്കിൾ PQS similar to triangle TQR. PQS ഉം TQR എന്ന് പറഞ്ഞ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. സോ can you prove this? ഫിഗർ അവർ തന്നിട്ടുണ്ട്, നമുക്ക് ഫിഗർ വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് T ആണ്, ഇത് Q and this one is R. PS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈൻ ഉണ്ട്. P ന്ന് ആറിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ആംഗിൾ ആണ് ആംഗിൾ 2 എന്ന് പറയുന്നത്. ഇത് ആംഗിൾ 2, ഇത് ആംഗിൾ 1. സോ ആംഗിൾ 2 ആൻഡ് ആംഗിൾ 1 ബോത്ത് ആർ ഗിവൺ. ഇനി എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? PQS എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ അല്ലേ, അതും TQR എന്ന് പറഞ്ഞ ബിഗർ ട്രയാങ്കിൾ TQR, ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ ആംഗിൾ 1ഉം ആംഗിൾ 2ഉം ഈക്വൽ ആണെന്ന് പറയുന്നത് അല്ലേ. ഞാൻ ആ ട്രയാങ്കിൾ ഒന്ന് താഴേക്ക് എടുത്ത് വരയ്ക്കുകയാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. PQR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ഇതിലെ
ഇതാണ് ആംഗിൾ 1, ഇതാണ് ഏത് ആംഗിൾ 2 എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾ PQR എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ 1, 2 എന്ന് പറഞ്ഞ രണ്ട് ആംഗിൾ വേണമെങ്കിൽ ബേസ് ആംഗിൾസ് നമുക്ക് പറയാം. അത് രണ്ടും ഈക്വൽ ആണ് അല്ലേ. നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. ബേസ് ആംഗിൾസ് ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ആ ട്രയാങ്കിൾ ആണ് ഐസോസിലസ് ട്രയാങ്കിളിലായിരിക്കും. എന്താ കാരണം? ഇഫ് ടു ആംഗിൾസ് ആർ ഈക്വൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് വിൽ ബി ഓൾസോ ഈക്വൽ. അപ്പോൾ 1ന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? PR. 2ന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് PQ. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആവുന്ന തിയറം പറയുന്നുണ്ട്. 9th നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ടു ആംഗിൾസ് ആർ ഈക്വൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് ഓൾസോ വിൽ ബി ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരും. അങ്ങനെയുള്ള ട്രയാങ്കിളിൽ നമ്മൾ പറഞ്ഞ പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ. അതുകൊണ്ടാണ് ഞാൻ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആവുമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇഫ് ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഐ റിട്ടൺ ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2 എന്ന് ആദ്യം എഴുതി. അതിനുശേഷം പറഞ്ഞു 1ന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? PR വിൽ ബി ഈക്വൽ ടു 2ന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? PQ. ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഏത് തിയറം? ഇഫ് ടു ആംഗിൾസ് ആർ ഈക്വൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് വിൽ ബി ഈക്വൽ. അപ്പോൾ ആ തിയർ ഉപയോഗിച്ചാൽ നമുക്ക് പറയാം PR വിൽ ബി ഈക്വൽ ടു എന്താ? PQ ആണെന്ന് പറയാം അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? QR by QS is equal to QT by PR. ഇതല്ലേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? അത് നമ്മൾ എടുത്ത് എഴുതി. QR by QS is equal to QT by PR എന്ന് എഴുതി. നെക്സ്റ്റ് നമുക്കിവിടെ അറിയാവുന്ന ഒരു വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട്? QR by QS അതുപോലെ തന്നെ എഴുതി. ഇവിടെ QT ഉള്ളത് അതുപോലെ തന്നെ എഴുതി. ഇനി PR എന്നതിന് പകരം നമുക്ക് ഫിഗർ നോക്കിയാൽ അറിയാം PR is equal to എന്താണ് നമുക്ക് കിട്ടിയത്? PQ ആണെന്ന് കിട്ടി അല്ലേ. അപ്പൊ ഈ കാണുന്ന PR പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? PQ എന്ന് കൊടുക്കാം. ബിക്കോസ് വി പ്രൂവ്ഡ് PR and PQ are equal. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ PR പകരം PQ കൊടുത്തു. ഇവിടെയാണ് കൊടുത്തത് കേട്ടോ. ഈ ഇക്വേഷനിൽ PR പകരം ഞാൻ PQ എന്ന് കൊടുത്തു. ബിക്കോസ് ബോത്ത് ആർ ഈക്വൽ, രണ്ടും ഈക്വൽ ആണ്, അതുകൊണ്ടാണ്. ഇനി നമ്മുടെ ഫിഗറിലേക്ക് നല്ലോണം നോക്കൂ. QR എന്ന് പറഞ്ഞ ടോട്ടൽ ലെങ്ത് ആണ്. ബൈ QS എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ വരെയുള്ളതാണ് അല്ലെ. നെക്സ്റ്റ് QT എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലെങ്ത് ആണ്. QP അല്ലെങ്കിൽ PQ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ് അല്ലെ. അപ്പൊ നോക്കൂ, ഈ ഒന്ന് ബിഗർ ട്രയാങ്കിളിന്റെ സൈഡ് ആണെങ്കിൽ ഒന്ന് സ്മോളർ ട്രയാങ്കിളിന്റെ സൈഡാ. ഇവിടെ ഒന്ന് ബിഗർ ട്രയാങ്കിളിന്റെ സൈഡ് ആണെങ്കിൽ ഒന്ന് ഏതാ? സ്മോളർ ട്രയാങ്കിളിന്റെ സൈഡാണ്. അങ്ങനെയാണെങ്കിൽ രണ്ട് ട്രയാങ്കിൾ നോക്കൂ. ഒന്ന് PQRും ഒന്ന് PQSും. അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായി? സെയിം റേഷ്യോ ആണ് അല്ലെ. ഇനി നോക്കൂ, അതിന്റെ ഇടയിലുള്ള ആംഗിൾ ഉണ്ട്. ഏതാണ് ആംഗിൾ? ആംഗിൾ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ 1. ചെറിയ ട്രയാങ്കിളിനും വലിയ ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് ഏത്? ആംഗിൾ 1. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 1 വിൽ ബി ഈക്വൽ ടു ആംഗിൾ 1. എന്താണ് കാരണം? നമ്മൾ എഴുതാം ഇറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. ചെറിയ ട്രയാങ്കിളിനും വലിയ ട്രയാങ്കിളിനും കോമൺ ആണ്. അപ്പോൾ ചെറിയ ട്രയാങ്കിൾ വലിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ചെറുതേതാ? PQS ആണ്. വലുതേതാ? TQR. ഈ രണ്ട് ട്രയാങ്കിളിന്റെ കോമൺ ആംഗിൾ ആണ് ഏത്? ആംഗിൾ 1. അപ്പോൾ ഒരു ആംഗിൾ കോമൺ ആണ്. ഇനി നോക്കൂ, അതിന്റെ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? PQ TQ. അടുത്തതേതാ? QS അതുപോലെ QR. ആ രണ്ട് സൈഡ്സും എന്തായിട്ടാണ് വന്നിട്ടുള്ളത്? സെയിം റേഷ്യോ ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് ട്രയാങ്കിൾ മനസ്സിലാവാനായിട്ട് വേണമെങ്കിൽ ഇവിടെ താഴേക്ക് വരയ്ക്കാം. ഏതൊക്കെയാണ് ആ രണ്ട് ട്രയാങ്കിൾ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഒന്ന് PQS, ഒന്ന് ഏതാ? TQR എന്ന് പറഞ്ഞ ബിഗർ ട്രയാങ്കിൾ. ഇതിലെ ഒരു ആംഗിൾ കോമൺ ആണ്. ഏതാ? ആംഗിൾ 1 കോമൺ ആണ്. ഇനി നോക്കൂ, ഇതിന്റെ സൈഡ് എന്ന് പറയുന്നതാണ് QR. ബിഗർ ട്രയാങ്കിളിന്റെ സൈഡ് QR, ഇതിന്റെ സൈഡ് ഏതാ? QS. അപ്പൊ ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണ്. കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ. നെക്സ്റ്റ് ഏതാ പറയുന്നത്? QT ബിഗർ ട്രയാങ്കിളിന്റെ സൈഡാണ്. QP എന്ന് പറഞ്ഞ സ്മോളർ ട്രയാങ്കിളിന്റെ സൈഡാണ്. അപ്പൊ ഈ രണ്ട് സൈഡ്സും സെയിം റേഷ്യോ ആണ്. എന്ന് പറഞ്ഞാൽ ഏതാ? including angle and sides including this angle are in same ratio. അപ്പോൾ ഏത് പ്രോപ്പർട്ടിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാം? Two sides are in same ratio and the angle in between are equal. Then we can say that triangle, what's the name we can say?
ഒരു ഓർഡറിൽ വേണം നമ്മൾ പറയാനായിട്ട്. പി ക്യു എസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അതുപോലെ തന്നെ എടുക്കാം. സിമിലർ ടു ട്രയാങ്കിൾ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ടി ക്യു ആർ. ഏത് പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്? SAS ക്രൈറ്റീരിയ അല്ലേ. രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണ്, ഇൻ ബിറ്റ്വീൻ ദ ആംഗിൾ ഈക്വൽ ആണ്. SAS ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് കാര്യം, ഒരു ക്ലൂ ക്വസ്റ്റ്യനിൽ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്തായിരുന്നു? ആംഗിൾ 1 ഈസ് ഈക്വൽ ടു ആംഗിൾ 2. 1ഉം 2ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഉടനെ മനസ്സിലാക്കണം ഈ രണ്ട് സൈഡ്സ് എന്താ? ഈക്വൽ ആണ്. അതിൽ നിന്നാണ് ഞാൻ PR ഈസ് ഈക്വൽ ടു PQ എന്ന് എഴുതിയത്. ഇതിന്റെ റീസൺ ബൈ തിയർ ആണ് കേട്ടോ. ഏത് തിയർ ആണ് പറയുന്നത്? ലാസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഫ് ടു ആംഗിൾസ് ആർ ഈക്വൽ ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് വിൽ ബി ഓൾസോ ഈക്വൽ. ആ തിയർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ PR ഉം PQ ഈക്വൽ ആണെങ്കിൽ PRന് പകരം നമുക്ക് എന്ത് എഴുതാം? PQ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ എന്ന് കിട്ടും. അതുപോലെ ഏതാ? ആംഗിള് ഈക്വൽ ആയിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിള് സിമിലർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ് കേട്ടോ. 5th ക്വസ്റ്റ്യൻ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്താണെന്ന് നോക്കാം. S and T are points on sides PR and QR of triangle PQR such that angle P is equal to angle RTS. Show that triangle RPQ similar to triangle RTS. RPQ എന്ന് പറഞ്ഞ ട്രയാങ്കിളും RTS എന്ന് പറഞ്ഞ ട്രയാങ്കിളും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഫിഗർ നമുക്ക് തന്നിട്ടില്ല, നമുക്ക് വരയ്ക്കാം അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ്. PR സൈഡായി വരുന്ന ഒരു ട്രയാങ്കിൾ. ഒരു PQR എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ വരച്ചു എന്ന് വിചാരിക്കാം. S ഈസ് ദ പോയിന്റ് ഓൺ PR. അപ്പൊ S എന്ന് പറയുന്നത് PR-ന്റെ മുകളിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. P ഈസ് എ പോയിന്റ് ഓൺ QR. P എന്ന് പറയുന്നത് QR-ന്റെ മുകളിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ് അല്ലേ. സോ ഒരു പോയിന്റ് S ഉണ്ട്, അത് PR-ന്റെ മുകളിലാണ് കിടക്കുന്നത്. T ഈസ് എ പോയിന്റ് ലൈങ് ഓൺ QR. എന്താണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യുക? ഒരു കണ്ടീഷൻ കൂടി തന്നിട്ടുണ്ട്. ആംഗിൾ P ഈസ് ഈക്വൽ ടു ആംഗിൾ RTS. RTS എന്നുള്ള ഒരു ആംഗിൾ നമുക്ക് കിട്ടണം. അപ്പൊ ഇവിടെ ഒരു ലൈൻ വരച്ച് ജോയിൻ ചെയ്യാം. ഇതാണ് ആംഗിൾ RTS എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ P എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഒരു ആംഗിൾ ആണ്. ഈ രണ്ട് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ഒരു ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആണ്. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ആംഗിൾ ഓൾറെഡി ഈക്വൽ ആണെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം? ട്രയാങ്കിൾ പ്രൂവ് ചെയ്യേണ്ട ട്രയാങ്കിൾ ഏതാന്ന് നോക്കൂ. RPQ എന്ന് പറഞ്ഞ ഫസ്റ്റ് ട്രയാങ്കിൾ. രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാ? RTS. ഈ രണ്ട് ട്രയാങ്കിൾ ആണ് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. RTS എന്ന് പറഞ്ഞ സ്മോൾ ട്രയാങ്കിൾ അല്ലേ. RPQ എന്ന് പറഞ്ഞ ബിഗർ ട്രയാങ്കിൾ. ഇത് രണ്ടും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതിൽ ഓൾറെഡി ഒരു ആംഗിൾ തന്നിട്ടുണ്ട് ഈക്വൽ ആണെന്ന്. അത് ഞാൻ എടുത്തെഴുതി. ആംഗിൾ P ഈസ് ഈക്വൽ ടു ആംഗിൾ RTS. ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. ഈ ആംഗിളും ഈക്വൽ ആണെന്ന് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. നോക്കൂ, ഇനി ഏതെങ്കിലും വേറൊരു ആംഗിളും കൂടി ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാം അല്ലേ. നല്ലോണം നോക്കൂ. ഈ ചെറിയ ട്രയാങ്കിളിലും ഈ ബിഗർ ട്രയാങ്കിളിലും കോമൺ ആയിട്ട് ഏതെങ്കിലും ആംഗിൾ വരുന്നുണ്ടോ എന്ന് നോക്കി. ഉണ്ട്. ഏത് ആംഗിളാ? ആംഗിൾ R അല്ലേ. പേരിൽ തന്നെ നോക്കിയാൽ അറിയാം. RPQ RTS. അപ്പൊ അതിൽ കോമൺ ആയിട്ട് വരുന്നത് ഏതാ? ആംഗിൾ R രണ്ടിലും കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ R ഈസ് ഈക്വൽ ടു ആംഗിൾ R ബിക്കോസ് ബോത്ത് ആർ കോമൺ. ചെറിയ ട്രയാങ്കിൾ നോക്കിയാലും ഈ ചെറിയ ട്രയാങ്കിൾ നോക്കിയാലും ഈ ബിഗർ ട്രയാങ്കിൾ നോക്കിയാലും രണ്ടിലും കോമൺ ആയി വരുന്ന ഒരു ആംഗിൾ ഉണ്ട്. ഏതാ? ആംഗിൾ R. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ R ഈസ് കോമൺ എന്ന് പറയാം രണ്ട് ട്രയാങ്കിൾ. ഇത്ര മതി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട്. നോക്കൂ, രണ്ട് ആംഗിൾ ഓൾറെഡി ഈക്വൽ ആണെന്ന് കിട്ടി. രണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതൊക്കെയാ? ഒന്ന് ഈ ആംഗിളും ഒന്ന് ഈ ആംഗിളും. അത് ഓൾറെഡി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. മറ്റൊരു ആംഗിൾ ഇപ്പൊ കിട്ടി. ആംഗിൾ R രണ്ടിലും കോമൺ ആണ്. അപ്പൊ ആ ആംഗിളും ഈക്വൽ ആണ്.
If two angles are equal, corresponding angles are equal, triangles will be similar. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം therefore triangle RPQ similar to triangle RTS. ഏത് പ്രോപ്പർട്ടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചത്? ഡബിൾ എ ക്രൈറ്റീരിയ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഫിഗർ ഒന്ന് വരയ്ക്കാൻ അറിയണം. രണ്ട് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. ഏത് ക്രൈറ്റീരിയ ആണ്? ഡബിൾ എ ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. 6th ക്വസ്റ്റ്യൻ ഇതാ. I shall read the question. Question number 6. In figure 6.37, if triangle ABE, triangle ABE congruent to triangle ACD. ABE similar alla, ഇവിടെ തന്നിട്ടുള്ളത് congruent to triangle ACD എന്നാണ് പറയുന്നത്. Show that triangle ADE similar to triangle ABC. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ട്രയാങ്കിൾ ABE ശ്രദ്ധിക്കണം, അവിടെ സിമിലർ എന്നല്ല തന്നിട്ടുള്ള, ഏതാ? കോൺക്രുവൻ്റ് ആണ് അല്ലേ? ട്രയാങ്കിൾ ACD. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഒരു കണ്ടീഷൻ. ഇനി പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ട്രയാങ്കിൾ ADE സിമിലർ ടു ട്രയാങ്കിൾ ABC എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ ഫിഗർ നമുക്കിവിടെ വരയ്ക്കാം. ഇങ്ങനെയാണ് തന്നിട്ടുള്ള ഫിഗർ. DE എന്ന് പറയുന്ന ഒരു ലൈൻ ഇവിടെ ഉണ്ട്. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ അവർ തന്നിട്ടുണ്ട്. ബിയിൽ നിന്ന് ഇയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്, സിയിൽ നിന്ന് ഡിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ADE കണ്ടിട്ടുണ്ടാവും നീ തോന്നുന്നു. ഫിഗർ നല്ലോണം ശ്രദ്ധിക്കണം. ADE ഫസ്റ്റ് ട്രയാങ്കിൾ പറഞ്ഞിട്ടുള്ളത് ADE എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിളും പിന്നെ ഏത് ട്രയാങ്കിളാ? ബിഗർ ട്രയാങ്കിൾ. ഏതാ? ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ബിഗർ ട്രയാങ്കിൾ. ABC എന്ന് പറയുന്ന ഈ ബിഗർ ട്രയാങ്കിൾ, ഇത് രണ്ടും സിമിലർ ആണെന്നാണ് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ 4 പ്രോപ്പർട്ടി അല്ലെങ്കിൽ 4 ക്രൈറ്റീരിയ ഉണ്ട്. ഏതാണ് ഇവിടെ സ്യൂട്ടബിൾ ആവാൻ നോക്കുക, അത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ നമുക്ക് തുടങ്ങാം. എന്താണ് തന്നിട്ടുള്ളത്? ട്രയാങ്കിൾ ABE കോൺക്രുവന്റ് ടു ട്രയാങ്കിൾ ACD എന്ന് പറയുന്നത് അല്ലേ? ഏതൊക്കെ ട്രയാങ്കിൾ ആണെന്ന് നോക്കണം. ABE എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ, അടുത്തേതാ ACD എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിൾ കോൺക്രുവന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കോൺക്രുവന്റ് ആണെങ്കിൽ 6 കണ്ടീഷൻസ് ഉണ്ട്. എന്താ? 3 corresponding angles will be equal, 3 corresponding sides also will be equal അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവണം, കറസ്പോണ്ടിങ് സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആവും കോൺക്രുവന്റ് ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് സൈഡ്സ് എടുത്തു വിചാരിക്കും. ഇവിടെ AB എന്ന് ഞാൻ എടുത്താൽ AB വിൽ ബി ഈക്വൽ ടു വാട്ട് ഇറ്റ് വിൽ ബി? ഇവിടെ ഏതാ വരിക? AC അല്ലേ? ABയും ACയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഏതാ? CPCT എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺക്രുവന്റ് ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ AB ആൻഡ് AC വിൽ ബി ഈക്വൽ. നെക്സ്റ്റ് നമുക്ക് വേറെ 2 സൈഡ് എടുത്തു വിചാരിക്കാം. AE അതുപോലെ ഏതാ? നെക്സ്റ്റ് AD എന്ന് പറഞ്ഞ 2 സൈഡ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ AE വിൽ ബി ഈക്വൽ ടു AD. AE AD അതും കറസ്പോണ്ടിങ് സൈഡ്സ് ഓഫ് കോൺക്രുവന്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഏത് പ്രോപ്പർട്ടി വീണ്ടും ഉപയോഗിക്കാം? CPCT. ഏതൊക്കെ സൈഡ്സ് ആണ് ഞാൻ എടുത്തത്? AB അതുപോലെ AC. AB AC എടുക്കാനായിട്ടുള്ള കാരണം AB AC എന്ന് പറയുന്നത് ഏതാ? ബിഗർ ട്രയാങ്കിളിന്റെ സൈഡ്സ് ആണ് അല്ലേ? അതുകൊണ്ടാണ് ആ 2 സൈഡ് എടുക്കാനായിട്ടുള്ള കാരണം. അതുപോലെ നെക്സ്റ്റ് ഏതാ? AE AD എടുക്കാനായിട്ടുള്ള കാരണം ആ സ്മോളർ ട്രയാങ്കിളിന്റെ സൈഡാണ്. അതുകൊണ്ടാണ് ആ 2 സൈഡും ഞാൻ എടുക്കാനായിട്ടുള്ള റീസൺ. ഇനി നോക്കാം, നമുക്ക് 2 റിസൾട്ട് ഇപ്പൊ കിട്ടി. ബൈ CPCT we have AB is equal to AC and AE is equal to AD. ഈ 2 കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നോക്കാം, നമുക്ക് പ്രൂഫിലേക്ക് എത്താനായിട്ട് നമ്മുടെ ട്രയാങ്കിൾ പ്രൂവ് ചെയ്യേണ്ടത് ചെറിയ ട്രയാങ്കിളും അതുപോലെ ബിഗർ ട്രയാങ്കിളും ആണ് അല്ലേ? അപ്പോൾ ഒരു സ്മോൾ ട്രയാങ്കിളിന്റെ സൈഡ് ഒരു ബിഗർ ട്രയാങ്കിളിന്റെ സൈഡ്സും കിട്ടണം കറസ്പോണ്ടിങ് സൈഡ്സ് ആയിട്ട്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യാണ്.
ഈ ട്രയാങ്കിളിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രോപ്പറായി വരാനായിട്ട് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ AE ഈസ് ഈക്വൽ ടു AD എന്ന് പറഞ്ഞതിന് വേണമെങ്കിൽ രണ്ട് ഈക്വൽ ആണെങ്കിൽ തിരിച്ചു എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ. AD ഈസ് ഈക്വൽ ടു എന്തായിരിക്കും AE. ഒന്ന് സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തു, ഇന്റർചേഞ്ച് ചെയ്തു കേട്ടോ. എന്തിനാ ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ പറയാം. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തോ കറസ്പോണ്ടിങ് സൈഡ്സ് കറക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തത്. അപ്പോൾ AD ലെഫ്റ്റ് സൈഡിലും AE റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ചേഞ്ച് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തു. സോ ലെറ്റ് ഇറ്റ് ബി ഫസ്റ്റ് ഇക്വേഷൻ, ലെറ്റ് ദിസ് ബി സെക്കൻഡ് ഇക്വേഷൻ. ഇത് ആദ്യത്തെ ഇക്വേഷനും ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ 1/2 ഇംപ്ലൈസ് ഫസ്റ്റ് ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ ഏതാണ് വരുന്നത് AB അല്ലേ, ഡിവൈഡഡ് ബൈ ഇവിടെ ഏതാണ് വരുന്നത് AD. സോ AB/AD ഈസ് ഈക്വൽ ടു ഇവിടെ ഏതാ വരുന്നത് AC ഡിവൈഡഡ് ബൈ ഇവിടെ ഏതാ റൈറ്റ് ഹാൻഡ് സൈഡ് AE. നമ്മുടെ ഫിഗറിലേക്ക് നോക്കി വെക്കുന്ന നല്ലവണ്ണം. AB എന്ന് പറഞ്ഞാൽ ബിഗർ ട്രയാങ്കിളിന്റെ ലെഫ്റ്റിലെ സൈഡാണ്, AD എന്ന് പറഞ്ഞ സ്മോളർ ട്രയാങ്കിളിന്റെ ലെഫ്റ്റിലെ സൈഡാണ് അല്ലേ. അതുപോലെ AC എന്ന് പറഞ്ഞ ബിഗർ ട്രയാങ്കിളിന്റെ റൈറ്റിലെ സൈഡാണ്, AE എന്ന് പറഞ്ഞ സ്മോളർ ട്രയാങ്കിളിന്റെ സൈഡാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിൽ വന്നു അല്ലേ. അപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ AB എടുക്കുമ്പോൾ ഇവിടെ AD വരാനായിട്ടാണ് ഞാൻ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്തത്. എന്താ കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രോപ്പറായിട്ട് വരും. അങ്ങനെ AD AE ഈക്വൽ ആണെങ്കിൽ AEക്ക് പകരം AD ADക്ക് പകരം AE അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തുകൊണ്ട് വ്യത്യാസം വരില്ല. അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്തത്. ആ സൈഡ്സ് കറക്റ്റ് പ്രൊപ്പോർഷനിൽ വരാനായിട്ടാണ് അത് അങ്ങനെ ചെയ്തത് കേട്ടോ. ഓക്കെ, നമുക്ക് AB/AD ഈസ് ഈക്വൽ ടു AC/AE എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ബിഗർ ട്രയാങ്കിളിന്റെ സൈഡും സ്മോളർ ട്രയാങ്കിളിന്റെ സൈഡും ഇവിടെ ബിഗർ ട്രയാങ്കിളിന്റെ സൈഡും ഇവിടുത്തെ സ്മോളർ ട്രയാങ്കിളിന്റെ സൈഡ്സും ആർ ഇൻ സെയിം റേഷ്യോ. അപ്പോൾ 2 sides ആർ ഇൻ സെയിം റേഷ്യോ എന്ന് കിട്ടും. ഏതൊക്കെയാണ് നമ്മുടെ ട്രയാങ്കിൾ? ഒന്ന് ADE, ഒന്ന് ഏതാ ABC കേട്ടോ. മനസ്സിലാവാൻ ഞാൻ താഴേക്ക് വരയ്ക്കാം. ADE. അപ്പോൾ നോക്കൂ, ആദ്യം എഴുതിയത് AB/AD, അടുത്ത ഏതാ AC/AE. സോ വാട്ട് വി ഗോട്ട്, എന്താണ് നമുക്കിപ്പോൾ മനസ്സിലായത്? രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് കിട്ടി. ഇനി അതിൻ്റെ ഇടയിലുള്ള ഒരു ആംഗിൾ ഉണ്ട്. എന്താണ് ആംഗിൾ? ആംഗിൾ എ. അത് കോമൺ അല്ലേ? ഫിഗറിലേക്ക് നോക്കി, ഈ ആംഗിൾ എ എന്ന് പറയുന്നത് കോമൺ ആണ്. ഏതാ? സ്മോളർ ട്രയാങ്കിൾ ആയാലും ബിഗർ ട്രയാങ്കിൾ ആയാലും ആംഗിൾ എ എന്ന് പറയുന്നത് കോമൺ ആണ്. സോ വി ക്യാൻ സേ ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ എ ബിക്കോസ് ഇറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാങ്കിൾ. രണ്ട് ട്രയാങ്കിളും കോമൺ ആണ് എ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ അല്ലേ. അപ്പോൾ സൈഡ്സ് ഇൻക്ലൂഡിങ് ദ ആംഗിൾ ആർ ഓൾസോ ഈക്വൽ. ഏത് പ്രോപ്പർട്ടിയാണ്? If two sides, corresponding sides are equal and sides including that angle are also equal, then two triangle will be similar. ഏത് ക്രൈറ്റീരിയ ആണ് ഉപയോഗിക്കുക? SAS ക്രൈറ്റീരിയ ഉപയോഗിച്ച് ട്രയാങ്കിൾ പേര് പറയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാനായിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ADE സിമിലർ ടു ട്രയാങ്കിൾ ABC എന്ന് പറയാം. ഏത് ക്രൈറ്റീരിയ ആണ് നമ്മൾ അപ്ലൈ ചെയ്തത്? SAS ക്രൈറ്റീരിയ. നോക്കുക, SAS എന്ന് പറഞ്ഞാൽ സൈഡ് ആംഗിൾ സൈഡ്, സൈഡ് ആംഗിൾ സൈഡ്. അപ്പോൾ രണ്ട് സൈഡും അതിൻ്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആംഗിളും എന്താണ്? സൈഡ്സ്, രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണ്, ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആംഗിൾ ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ SAS ക്രൈറ്റീരിയ ഉപയോഗിച്ച് ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ആ പ്രോബ്ലം പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ് ഈ എക്സസൈസിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ 4 പ്രോബ്ലംസ് ആണ് ചെയ്തത്. 3, 4, 5, 6 remaining question we can do it in next video. So practice well, then it will be very easy for you to do the problem. So thank you for watching. Don't forget to subscribe.